ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇറാൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിങ്ങളുടെ പാചക എണ്ണ ഈ പ്ലാന്റുകൾക്ക് സമീപമുള്ള ആളുകളോട് അവിടുന്ന് മാറി പോകണമെന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടത്. കാരണം തങ്ങൾ ഏത് നിമിഷവും അത് ആക്രമിക്കും, അതുകൊണ്ട് അപകടം ഒഴിവാക്കാൻ സിവിലിയൻസ് അവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഒരു വലിയൊരു ആക്രമണം തന്നെയാണ് ഇറാൻ ഈ ഗൾഫ് മേഖലയിൽ ഉടനീളം നടത്തിയിരിക്കുന്നത്. അത് അബുദാബിയിലെ ഹബ് ഷാൻ ഗ്യാസ് പ്ലാന്റ് UAE പൂട്ടിയിരിക്കുന്നു. സൗദിയുടെ 2 പ്ലാന്റുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഖത്തറിലെ റാസ് ലഫാൻ, അത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ LNG വാതക പ്ലാന്റ് ആണ്. ആ പ്ലാന്റ് ഇപ്പോൾ പൂട്ടിയിരിക്കുന്നു. ഇതിന് നേരെ ആക്രമണം ഉണ്ടായതായി ചില റിപ്പോർട്ടുകൾ ഉണ്ട്. ഒപ്പം തന്നെ റിയാദിലടക്കം സ്ഫോടനങ്ങൾ കേട്ടതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു. UAE-യിലെ ബാസ് എണ്ണപ്പാടങ്ങൾ പൂട്ടി. ഇതിനു നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സൂചനയും പുറത്തു വരുന്നുണ്ട്. സമ്പൂർണ്ണമായി മിഡിൽ ഈസ്റ്റിനെ സാമ്പത്തികമായി തകർക്കുന്ന ഒരു യുദ്ധത്തിനാണ് ഇറാൻ കൊപ്പ് കൂട്ടിയിരിക്കുന്നത്. മുൻപ് എല്ലാവരും പറഞ്ഞിരുന്നത് പോലെ തന്നെ ഹോർമീസ് ലക്ഷ്യം വെച്ചാൽ, ഇറാന്റെ വഴികളെല്ലാം അടഞ്ഞാൽ ഇറാൻ ലക്ഷ്യം വെക്കുന്നത് മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ എണ്ണപ്പാടങ്ങളും പ്ലാന്റുകളുമായിരിക്കും. കാരണം ഇനി അവർ ഈ ഒരു സാമ്പത്തികമായി എണ്ണയിലൂടെ ഉയരരുത് എന്ന് തന്നെയാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. അവർ പലപ്പോഴും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ പറഞ്ഞിരുന്ന കാര്യം, തങ്ങൾ താഴുകയാണെങ്കിൽ നിങ്ങളെ കൂടി മുക്കിയിട്ടേ താഴൂ എന്നവർ പറഞ്ഞിരുന്നു. അക്ഷരാർത്ഥത്തിൽ അത് ശരിവെക്കുന്ന തരത്തിലേക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇറാന്റെ ഒരു തിരിച്ചടി വ്യാപകമായി തന്നെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ അമേരിക്ക കൂടുതൽ സൈന്യത്തെ ഇറക്കി ഇറാനിൽ ഒരു വലിയ സ്ഫോടനങ്ങളും ഒപ്പം തന്നെ കരയുദ്ധത്തിനും ഇറാൻ തയ്യാറെടുക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇറാൻ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടം നടക്കുന്നത്. ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് ഇറാൻ മുതിർന്നിരുന്നില്ല. നമുക്കറിയാം, അവരുടെ ജലസ്രോതസ്സുകളിലെ ജല പ്ലാന്റുകൾക്ക് നേരെയും ഒക്കെ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നടത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത്തരത്തിലേക്ക് ഇറാൻ കടന്നിരിക്കുന്നു. കാരണം അവസാന പോരാട്ടത്തിലേക്ക് തയ്യാറെടുക്കാനാണ് ഇറാന്റെ സേന അവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനിടയിൽ ഇസ്രായേലും അമേരിക്കയും ആക്രമണം കടുപ്പിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.